ഒരു രാജ്യത്തിന് വളരെ വേഗം വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയുടെ 30%-ലധികം ആളുകൾ 65 വയസ്സിന് മുകളിലായുള്ളവർ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ ജപ്പാന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ഇന്നത്തെ ഏറ്റവും വലിയ ഭീഷണി ചൈനയോ അമേരിക്കയോ അല്ല, മനുഷ്യരുടെ കുറവാണ്. അവിടെ കുട്ടികൾ ജനിക്കുന്നില്ല. ജനന നിരക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഈ പ്രതിസന്ധിയെ നേരിടാൻ ജപ്പാൻ ഇപ്പോൾ ആശ്രയിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ്. എഐക്ക് ശരിക്കും ഒരു രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമോ, അതോ സാങ്കേതിക വിദ്യക്ക് പോലും പരിഹരിക്കാനാകാത്ത ഒരു പ്രതിസന്ധിയാണോ ഇത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ന് ജപ്പാനിൽ വളരെ വിചിത്രമായ ഒരു അവസ്ഥയാണ്. പല ഗ്രാമങ്ങളിലും വീടുകളുണ്ട്, പക്ഷേ താമസക്കാരില്ല. സ്കൂളുകളുണ്ട്, പക്ഷേ പഠിക്കാൻ കുട്ടികളില്ല. ജോലിയുണ്ട്, പക്ഷേ ജോലി ചെയ്യാൻ ആളുകളില്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജപ്പാനിലെ ജനന നിരക്ക് തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും രാജ്യത്തെ ജനസംഖ്യ വേഗത്തിൽ കുറയുന്നു. ഇന്ന് ജപ്പാനിലെ ജനങ്ങളിൽ ഏകദേശം 1/3 65 വയസ്സ് കഴിഞ്ഞവരാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ സമൂഹങ്ങളിൽ ഒന്നായി ജപ്പാൻ മാറിക്കഴിഞ്ഞു. ഇത് വെറുമൊരു ജനസംഖ്യാ കണക്കല്ല, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ആരോഗ്യരംഗത്തെയും വ്യവസായങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. ടോക്കിയോ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ബിസിനസ് മേഖലയായ ഒട്ടേമാച്ചിയിലേക്ക് നോക്കിയാൽ അവിടെ ഏകദേശം 30 കിലോമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് ശൃംഖലയുണ്ട്. ഓഫീസുകളിലേക്കും മെട്രോ സ്റ്റേഷനുകളിലേക്കും വാണിജ്യ സമുച്ചയങ്ങളിലേക്കും തണുത്ത വെള്ളവും ചൂടുവെള്ളവും എത്തിക്കുന്നത് ഈ ലൈനിലൂടെയാണ്. വർഷങ്ങളായി ഈ സംവിധാനം നിയന്ത്രിച്ചിരുന്നത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള എഞ്ചിനീയർമാരായിരുന്നു. ഇന്നത് AI ഏറ്റെടുക്കാൻ പോവുകയാണ്. പ്ലാൻ പൈലറ്റ് എന്ന AI സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സെൻസറുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, പഴയ പ്രവർത്തന ചരിത്രം, കാലാവസ്ഥ, ഊർജ്ജ ഉപയോഗം എന്നിവ നിമിഷങ്ങൾക്കുള്ളിൽ വിശകലനം ചെയ്ത് അടുത്ത തീരുമാനം എന്തായിരിക്കണമെന്ന് AI നിർദ്ദേശിക്കും. പതിറ്റാണ്ടുകളായി ഈ പ്ലാന്റ് നിയന്ത്രിച്ചിരുന്ന എഞ്ചിനീയർമാർ വിരമിക്കുമ്പോൾ അവരുടെ അനുഭവ സമ്പത്തും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയും AIയിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് സാങ്കേതിക രംഗത്ത് ലോകത്തെ നയിച്ച രാജ്യമായിരുന്നു ജപ്പാൻ. ഇന്ന് പക്ഷേ ആ മത്സരത്തിൽ അമേരിക്കക്കും ചൈനക്കും പിന്നിലാണ്. അമേരിക്കയിലും ചൈനയിലും 100 കണക്കിന് യൂണിക്കോൺ സ്റ്റാർട്ടപ്പുകൾ ഉള്ളപ്പോൾ ജപ്പാനിൽ വിരലിലെണ്ണാവുന്ന കമ്പനികൾ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ജപ്പാൻ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു വഴി തേടുന്നത്. വലിയ ലാംഗ്വേജ് മോഡലുകൾ നിർമ്മിക്കുന്നതിലല്ല അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പകരം AI ഉപയോഗിച്ച് ദൈനംദിന ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സക്കാന AI പോലുള്ള ജാപ്പനീസ് കമ്പനികൾ ഇന്ന് ലോക ശ്രദ്ധ നേടുന്നത്. സക്കാന AIയുടെ ചെയർമാൻ റെൻ ഇറ്റോ പറഞ്ഞതുപോലെ, ജപ്പാനിൽ മറ്റൊരു ഓപ്പൺ AI സൃഷ്ടിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം, മറിച്ച് AI ഉപയോഗിച്ച് ജപ്പാൻ ഇന്ന് നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ്. ജോലി ചെയ്യാൻ മനുഷ്യരില്ലാത്തപ്പോൾ ആ വിടവ് നികത്താൻ AIക്ക് കഴിയുമോ? അതാണ് ജപ്പാൻ ഇന്ന് നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷണം. ആ പരീക്ഷണത്തിലെ വിജയം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല, ഭാവിയിലെ ലോകക്രമത്തെ തന്നെ മാറ്റിയെഴുതിയേക്കാം.